നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബഹ്റൈൻ ലേബർ ക്യാമ്പുകളിൽ നിയമലംഘനം. ചെറിയ മുറികളിൽ നിരവധി പേർ. മതിയായ സൗകര്യങ്ങളില്ല. ആഗോള ലിവബിലിറ്റി ഇൻഡെക്സ്. ദുബായ്, അബുദാബി മികച്ച നഗരങ്ങൾ. വമ്പൻ ഓഫറുമായി ലുലു. സ്കൂൾ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കിഴിവ്. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്. വയനാട് ദുരന്തം. ഒമാനിലെ കോൺഗ്രസ് പ്രവർത്തകർ വീടുകൾ നിർമ്മിച്ചു നൽകും. ബഹ്റൈൻ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഘുഭക്ഷണശാലകൾ തുറക്കുന്നു. ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് ഗൾഫ് മേഖല. ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം യുദ്ധമര്യാദകളുടെ ലംഘനമെന്ന് UAE. റോന്ത് ചുറ്റി അശ്വാരൂഢർ. ദുബായിയുടെ സമാധാന ദൂതർ. ബഹ്റൈൻ ലേബർ ക്യാമ്പുകളിൽ നിയമലംഘനം. ചെറിയ മുറികളിൽ നിരവധി പേർ. മതിയായ സൗകര്യങ്ങളില്ല. ബഹ്റൈനിൽ നിരവധി ഇടങ്ങളിൽ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പലപ്പോഴും കടുത്ത നിയമലംഘനങ്ങളാണ് നടക്കുന്നതെന്ന് നോർത്തേൺ മുനിസിപ്പൽ കൗൺസിൽ അംഗം അബ്ദുള്ള അൽ ഖുബൈസി ചൂണ്ടിക്കാണിക്കുന്നു. ഒരു മുറിയിൽ 8-ൽ കൂടുതൽ തൊഴിലാളികൾ താമസിക്കരുതെന്നും ഓരോ വ്യക്തിക്കും കുറഞ്ഞത് 4 ചതുരശ്ര മീറ്റർ വ്യക്തിഗത സ്ഥലത്തിന് അർഹതയുണ്ടെന്നുമാണ് നിയമം എന്ന് അദ്ദേഹം പറഞ്ഞു. അവിവാഹിതരായ ആളുകൾക്ക് താമസിക്കാൻ പ്രത്യേകം സ്ഥലങ്ങൾ നിർദ്ദേശിക്കണമെന്നും കുടുംബമായി താമസിക്കുന്ന ഇടങ്ങളിൽ ബാച്ചിലർമാരെ താമസിപ്പിക്കുന്ന പ്രവണത മാറ്റണമെന്നും കൗൺസിലർ നിർദ്ദേശിക്കുന്നു. പ്രദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് മെച്ചപ്പെട്ട മേൽനോട്ടത്തിനായും പൗരന്മാർക്ക് പരാതികൾ അറിയിക്കാൻ ഹോട്ട്ലൈൻ സ്ഥാപിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മനാമ. ആഗോള ലിവബിലിറ്റി ഇൻഡെക്സ്. ദുബായ്, അബുദാബി മികച്ച നഗരങ്ങൾ. മധ്യപൂർവ്വ രാജ്യങ്ങളും ആഫ്രിക്കയും ചേരുന്ന മേന മേഖലയിൽ ഏറ്റവും മികച്ച നഗരങ്ങളെന്ന പദവി നിലനിർത്തി ദുബായിയും അബുദാബിയും. ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റിന്റെ ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിലാണ് ആദ്യ സ്ഥാനങ്ങളിൽ ഇരു നഗരങ്ങളും പ്രകടനം മെച്ചപ്പെടുത്തിയത്. പ്രബല സാമ്പത്തിക ശക്തിയായി 6 രാജ്യങ്ങളുടെ സഹകരണ മുന്നണിയായ ഗൾഫ് കോ ഓപ്പറേഷൻ കൗൺസിൽ വളർന്നു. ലോകത്തിലെ മികച്ച പ്രതിഭകളെ GCC രാജ്യങ്ങൾ ആകർഷിക്കുന്നു. സുസ്ഥിരത, ആരോഗ്യം, സംസ്കാരം, പരിസ്ഥിതി, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി ലോകത്തെ 173 നഗരങ്ങളെയാണ് ലിവബിലിറ്റി ഇൻഡെക്സിൽ വിലയിരുത്തിയത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. വമ്പൻ ഓഫറുമായി ലുലു. സ്കൂൾ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കിഴിവ്. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്. മധ്യവേനൽ അവധിക്ക് ശേഷം മടങ്ങിയെത്തുന്ന കുട്ടികൾക്കായി ബാക്ക് ടു സ്കൂൾ ഓഫറുമായി ലുലു ഹൈപ്പർ മാർക്കറ്റ്. സ്കൂൾ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കിഴിവും വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും ഓഫറിൽ ഉൾപ്പെടും. 150 ദിർഹത്തിന് മുകളിൽ സ്കൂൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്കാണ് സ്കോളർഷിപ്പ് സ്കീമിൽ പങ്കെടുക്കാൻ അവസരം. നറുക്കെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുപ്പ്. സ്കൂൾ യൂണിഫോം റീസൈക്ലിംഗ് പദ്ധതിയും ആരംഭിച്ചു. ഉപയോഗിക്കാവുന്ന പഴയ സ്കൂൾ യൂണിഫോമുകൾ റീസൈക്കിൾ ചെയ്ത് ഉപയോഗയോഗ്യമാക്കും. ഇതുവഴി മാലിന്യം കുറയ്ക്കാനും കഴിയുമെന്ന് ലുലു അധികൃതർ പറഞ്ഞു. പഴയ ടെക്സ്റ്റ് ബുക്കുകളും ആവശ്യക്കാർക്ക് എത്തിക്കുന്നതിനുള്ള പദ്ധതിയും ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. വയനാട് ദുരന്തം. ഒമാനിലെ കോൺഗ്രസ് പ്രവർത്തകർ വീടുകൾ നിർമ്മിച്ചു നൽകും. രാഹുൽ ഗാന്ധിയുടെയും KPCC പ്രസിഡന്റ് K സുധാകരന്റെ ആഹ്വാന പ്രകാരം OICC ഗ്ലോബൽ പ്രസിഡന്റ് ജെയിംസ് കൂടലിന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വ്യത്യസ്ത പദ്ധതികളുമായി OICCയുടെ വിവിധ ഘടകങ്ങൾ രംഗത്ത്. ബന്ധപ്പെട്ട അധികാരികളുമായി സഹകരിച്ചും KPCCയുടെ OICCയുടെയും ഗ്ലോബൽ കമ്മിറ്റിയുടെയും നിർദ്ദേശങ്ങൾ അനുസരിച്ചും അർഹരായവരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകും. വീട്ടിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികളും എത്തിച്ചു നൽകും. ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുകയും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും സിദ്ദിഖ് ഹസൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മസ്കറ്റ്. ബഹ്റൈൻ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഘുഭക്ഷണശാലകൾ തുറക്കുന്നു. ബഹ്റൈനിലെ ആരോഗ്യ കേന്ദ്രങ്ങളിലെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ലഘുഭക്ഷണശാലകൾ തുറക്കാൻ ഒരുങ്ങുന്നു. രോഗികൾക്കും സന്ദർശകർക്കും വളരെ സൗകര്യപ്രദമാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഇത്തരമൊരു തീരുമാനം പ്രാവർത്തികമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. വ്യത്യസ്ത അഭിരുചികളും ഭക്ഷണ ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി വൈവിധ്യമാർന്ന ഭക്ഷണ ഓപ്ഷനുകൾ നൽകുന്ന കഫ്റ്റീരിയകൾ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ തുറക്കണമെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മനാമ.
ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് ഗൾഫ് മേഖല. ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം യുദ്ധമര്യാദകളുടെ ലംഘനമെന്ന് UAE. ഗാസയിലെ അൽ തബിൻ സ്കൂളിന് നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് UAE. 12 പേരുടെ മരണത്തിനും 100 കണക്കിന് പേർക്ക് പരിക്കേൽക്കാനും കാരണമായ ആക്രമണം അംഗീകരിക്കാനാവില്ല. അടിയന്തരമായി ദുരിതാശ്വാസം എത്തിക്കാനുള്ള നടപടി വേഗത്തിലാക്കണമെന്നും UAE ആവശ്യപ്പെട്ടു. ജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം നിർത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. തടവിലുള്ളവരെ മോചിപ്പിച്ചുകൊണ്ട് അടിയന്തര യുദ്ധവിരാമം യാഥാർത്ഥ്യമാക്കണമെന്നും സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. റോന്ത് ചുറ്റി അശ്വാരൂഢർ, ദുബായിയുടെ സമാധാന ദൂതർ. മനസ്സമാധാനത്തിന്റെ കുളമ്പടി ശബ്ദമാണ് മൗണ്ട് പോലീസ്. അശ്വാരൂഢരായ പച്ചക്കുപ്പായമണിഞ്ഞ പോലീസുകാർ ദുബായ് നഗരത്തിലെ പരിചിത കാഴ്ചയാണ്. ഏതു തിരക്കിലും സുരക്ഷിതരാണെന്ന ആത്മവിശ്വാസം പകരാൻ സേനയ്ക്ക് കഴിഞ്ഞതായി മൗണ്ട് ഡയറക്ടർ മേജർ ജനറൽ ഡോക്ടർ മുഹമ്മദ് ഇസ അൽ അദിബ് പറഞ്ഞു. സുരക്ഷിത നഗരം, സന്തുഷ്ട സമൂഹം എന്ന ദുബായ് പോലീസിന്റെ ലക്ഷ്യം നിറവേറ്റുന്നതിൽ അശ്വാരൂഢരായ പോലീസിന് സുപ്രധാന പങ്കുണ്ട്. കുതിരയെ മെരുക്കൽ, കുതിര പട്രോളിംഗ് പരിശീലനം, കലാപം അടിച്ചമർത്തുന്നതിനുള്ള പരിശീലനം, കുതിരയോട്ടം, ചട്ടം പഠിപ്പിക്കൽ എന്നിവ മൗണ്ട് പോലീസ് നേരിട്ട് ചെയ്യുന്ന സേവനങ്ങളാണ്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.